നാട്ടിൽ നല്ലത് ആര് ചെയ്യോ അവരാണ് വരാൻ പോകുന്നത്. ആരായിരിക്കും വരും ചേട്ടന്റെ അഭിപ്രായത്തിൽ? ആരായിരിക്കും? തരൂരായിരിക്കോ, രാജചന്ദ്രേഖരായിരിക്കോ, അതോ പഞ്ഞിനായിരിക്കും? തരൂരിന് നല്ല സമയമുണ്ട്, നല്ല എല്ലാ വിവരമുള്ളവരാണ്, പഠിച്ചും അറിവുള്ള ആളാണ് ശശിധരൂർ. പിന്നെ പഞ്ഞിന് അവരൊക്കെ ഒരുക്കെ പോയി 28 വർഷം മുമ്പേ വന്ന ആളാണ് സണ്ണി തന്നൂർ. അതാ പഞ്ഞി പോയി. അതുപോലെ ഇനി വരുന്നവർ നല്ലവരായിരിക്കട്ടെ, അതാണ് നമ്മുടെ വാക്യം. ഇതിനൊക്കെ കൊച്ചി കേരളമാണ്, കൊച്ചി കേരളമാണ്, ഇന്ത്യയിലെ കൊച്ചി കേരളമാണ്. അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അർഹത ഉള്ളവന്മാർ യാമം ഭരിച്ചാൽ നല്ലതാണ്. ചേട്ടാ അഭിപ്രായം നമ്മളെ ബിജെപിയിലെ കൊടുക്കുള്ളൂ. നമ്മൾ വർക്കിനിറങ്ങിയ ചന്ദ്രശേഖരന് സാധ്യത ഉണ്ട് തോന്നുന്നുണ്ടോ? നമ്മൾ വർക്ക് ഇറങ്ങില്ല, നമുക്ക് ഇറങ്ങപ്പോൾ സമയമായി പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞേ ഉള്ളൂ. ഓ ഇറങ്ങി തുടങ്ങിയിട്ടുള്ള സമയമായി പറഞ്ഞേ ഉള്ളൂ. എന്നാലും ഇറങ്ങും ഉറപ്പായിട്ട് ഇറങ്ങിയിരിക്കും. പഴയ ആൾക്കാരെ നമ്മളെക്കാട്ട് പഴയ ആൾക്കാർ ഉണ്ടായിരുന്നു. അവര് പാരമ്പര്യമായിട്ട് കിളവന്മാരങ്ങനെ നടത്തിപ്പോയി. ഇനി പുതിയ തലമുറ വരട്ടെ. പുതിയ തലമുറയിൽ ആര്? ശശിധരൂർ അതിലുള്ളതാണ്. അവര് അല്ല, അതായത് കാര്യമുണ്ട്. കോൺഗ്രസ് ജയിച്ച പ്രധാനമന്ത്രിയുടെ അടുത്തടുത്ത് പ്രധാനമന്ത്രി കേരളത്തിൽ നമുക്ക് ബിജെപി വേണ്ട. സാധ്യത ആശാവും നോക്കും, എന്നിട്ട് ബിജെപി വരാതിരിക്കാൻ വേണ്ടി മാറ്റി അവരുടെ മനസ്സിലിരിപ്പതാണ്. വിജയ സാധ്യത ഇവിടെ ആർക്കാണോ അതനുസരിച്ച് കോൺഗ്രസിനും മറിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ പൊതുവെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ അങ്ങനെയാണ് പറയുന്നത്. കേരളത്തിൽ ഇതേപോലെ ഒത്തിരി സംസാരിക്കാൻ പറ്റുള്ള ഒരു ഇത് വേണം. അത് ബിജെപി ഒന്നാ വരില്ല. ഗാന്ധി സ്വതന്ത്രം വാങ്ങിച്ചത് നിങ്ങളുടെ അപ്പന്റെ കാലത്ത് സ്വതന്ത്രം വാങ്ങിച്ചതിന് പോട്ട് നമ്മളൊക്കെ സ്വതന്ത്രം. ആ സ്വതന്ത്രം വാങ്ങിച്ചത് വേണം. അവ സ്വതന്ത്രം വാങ്ങിച്ചതെന്ന് അങ്ങനെ പോയി. പക്ഷെ കേരളത്തില് കൊച്ചി കേരളമാണ്. അത് ഡെവലപ്പ് ചെയ്യാനുള്ള ആൾ ആര് വന്നാലും അവർ തന്നെ. നിങ്ങൾക്ക് കൊണ്ടിന്റെ പുറത്ത് പോകാതിരിക്കാൻ നമ്മള് 73 വയസ്സായി എന്നാലും ഞാൻ പറഞ്ഞതില്ല. എന്റെ ചെറുമക്കളും മക്കളൊക്കെ ഡെവലപ്പ് ആവണേ ആര് വരണം? വർഷം കൊണ്ട് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൈകൾക്ക് ശക്തി പകരാനുള്ള ആള് വേണം ഇവിടെ നിന്ന് ജയിച്ചു പോകാൻ. ഇന്ന് ഇവിടെ ബിജെപിയുടെ കാൻഡിഡേറ്റ് രാജീവ് ചന്ദ്രശേഖരനോളം ആരും വളർന്നിട്ടില്ല. അതിന് നല്ല ഒരാൾ വേറെ ആരും അദ്ദേഹം തന്നെ തീർച്ചയായും ജയിച്ചു വരും. കാരണം ഇവിടെ പറഞ്ഞല്ലോ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇപ്പോൾ നീ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞറിയാലോ ബിജെപിയുടെ നിലവാരം എങ്ങനെയാണ്. സ്ഥാനാർത്ഥി ജയിക്കുമോ എങ്കിൽ നമ്മൾ മറിച്ച് ശശി തരൂരിനെ കൊടുക്കും. ഇത് തന്നെയാണ്. അപ്പൊ ജനങ്ങൾ കഴുതകളാണെന്നുള്ളത് നമ്മുടെ സമൂഹത്തിന് അറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തീർച്ചയായും എനിക്ക് പറയാനുള്ളത് രാജീവ് ചന്ദ്രശേഖർ തന്നെ ജയിച്ചു വരും. ജയിച്ചാൽ മാത്രമേ കേരളത്തിന് എന്തെങ്കിലും ഒരു കേരളത്തിലൊന്നും വലിയ ചാനലൊന്നും അല്ല ഇത്. പേപ്പറുകാരുടെ ഡെവലപ്പാണല്ലോ നമ്മുടെ സെക്ഷനിൽ ഡെവലപ്പ്. അല്ല, നിങ്ങൾ ആരും ഉണ്ടായിരുന്നാലോ പേപ്പറുകാരോ ന്യൂസ് TV ന്യൂസ് ആരും ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി വല്ല അറിയാവും. ഇലക്ഷനെ പറ്റി എല്ലാം അറിയാവും. ആരാണ് MLA എന്നവരെ അറിയാവും, MP എന്നറിയാവും. അതുകൊണ്ട് ഇത് ഡെവലപ്പ് ആകണം. ഒരു മാറ്റം ഉണ്ടാവണം. എന്തൊരു മാറ്റം വരും? നീ പറഞ്ഞ നീ വോട്ട് ചെയ്യില്ലല്ലോ. 16 പേരുണ്ട് ഇവിടെ. 16 പേരോട് നമ്മൾ നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങൾ ഇടി. നിങ്ങളുടെ വോട്ട് വോട്ട് പഠിക്കാൻ വേണ്ടി എല്ലാ ക്രിസ്ത്യാനികളും നാട്ടിലോട്ട് അതൊക്കെ നമ്മുടെ പ്രവർത്തനം പ്രവർത്തിച്ചാൽ വർക്ക് ചെയ്യണം. അപ്പൊ ചേട്ടൻ എപ്പോഴത്തെ പഞ്ഞം വോട്ട് പിടിക്കാന്നെങ്കിൽ ചന്ദ്രശേഖരൻ ജയിക്കുമെന്ന് പറയാം. തീർച്ചയായിട്ടും. കാര്യം ഇവിടെ അങ്ങനെയല്ല. നമ്മളൊരു ത്രികോണ മത്സരമായിട്ട് ഒരിക്കലും നമ്മൾ കാണുന്നില്ല. ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ ഇവര് രണ്ട് പാർട്ടിയും ഒന്നാണെന്ന് കണ്ടു തന്നെയാണ് നമ്മുടെ പ്രവർത്തനം. പ്രത്യേകിച്ചൊന്നുമല്ല, ഇവര് രണ്ടുപേരും അച്ഛനും മക്കളും രീതിയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം. നമ്മുടെ പ്രധാനമന്ത്രി കണ്ട് അങ്ങനെ തന്നെയാണ് ഒരു സ്ഥാനാർത്ഥിയാണ് വ്യക്തമായ
നല്ലൊരു ഇതുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇവിടെ ഇറക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം സീറ്റ് എന്തായിരിക്കും ഉറപ്പാണ്. അല്ല തിരുവനന്തപുരം ചാനലിന്റെ ഒരാളാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എന്താണ് എടുക്കുക? ചാനൽ ആ ചാനലിലുള്ള ഒരു ഡയറക്ടറെ ഓണറാണ്. തിരുവനന്തപുരത്ത് BJP എടുക്കോ? മലർപോട്ടി കാണുന്ന സ്വപ്നം മുന്നിൽ മനസ്സിലാക്കി മാറ്റി വെച്ചത്. അല്ല നമുക്ക് സ്ഥാനാർത്ഥിയുണ്ട്. ചേട്ടന്റെ അഭിപ്രായത്തില് തരൂരിനെ വെട്ടാൻ വിജയ സാധ്യത ആർക്കാണ് നോക്കും, ആ. അത് കണക്കാക്കി വോട്ട് ചെയ്യണം. കേരളത്തില് പിന്നെ BJP വരാൻ പാടില്ല. അത്രേ ഉള്ളൂ.